എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല മധുരമുള്ള ഡയമണ്ട് കട്ട്സ് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് മൈദ. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ ഈ ഡയമണ്ട് കട്ട്സ് നമ്മൾ തയ്യാറാക്കാറ് മൈദ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോഴായിരിക്കും ആ ഒരു പെർഫെക്റ്റ് ഉള്ള ടേസ്റ്റ് വരിക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് തയ്യാറാക്കാമെന്ന് മാത്രം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് എണ്ണ ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. അതിപ്പോൾ നമുക്ക് ഏത് ഓയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓയിലും ഉപ്പും മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ. വെള്ളത്തിന് ഒരുപാട് ചൂട് കൂടി പോരുത്. നമ്മൾ കൈവച്ചൊന്ന് തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂട് അത് മാത്രം മതി. അതായത് ആ ഒരു തണുത്ത വെള്ളത്തിൽ നിന്നൊന്ന് മാറിയിട്ട് ചെറിയൊരു ചൂട്, ലൂക്ക് വാം വാട്ടറാണ് നമുക്ക് ആവശ്യം കേട്ടോ. അതിനുശേഷം വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പൊ മൈദ ആയ കാരണം ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ ഗോതമ്പ് പൊടിയൊക്കെ കുഴച്ചെടുക്കുമ്പോൾ കുറച്ചധികം തന്നെ വെള്ളം വേണ്ടി വരും. മൈദ ആകുമ്പോൾ നമ്മൾ വെള്ളം വളരെ കുറച്ച് ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡൗ ആയിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ആദ്യം ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇത്ര വെള്ളം തന്നെ മതി. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു 6-7 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പൊ നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഈ ഡൗ. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് ഡയമണ്ട് കട്ട്സ് 2 രീതിയിൽ തയ്യാറാക്കാറുണ്ട്. ഒന്ന് മധുരമുള്ള രീതിയിൽ, പിന്നെ മസാല ഡയമണ്ട് കട്ട്സ് എന്ന് പറഞ്ഞിട്ട് മധുരമില്ലാതെയും തയ്യാറാക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മധുരമുള്ള ഡയമണ്ട് കട്ട്സ് ആണ്. ഇപ്പൊ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മതി. അതിനുശേഷം നമുക്കിതൊരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അടച്ചു വെക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ വെക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലൊന്ന് കുറച്ചൊന്ന് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഇനി ഇതിപ്പോ 2 പീസായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല തിന്നായിട്ട് തന്നെയാണ് നമുക്കിത് പരത്തിയെടുക്കേണ്ടത്. അപ്പൊ മൈദ ആകുമ്പോൾ ഉരുട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും കറക്റ്റ് ആയിട്ട് ഉരുട്ടിയെടുക്കാൻ നമുക്ക് പറ്റുക. കണ്ടില്ലേ, സാധാരണ ഗോതമ്പ് പൊടിയൊന്നും ഉരുട്ടിയെടുക്കുന്ന രീതിയിൽ മൈദ നമുക്ക് അത്ര നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഇതുപോലെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. ഇതാ 2 ബോൾസ് ആക്കിയിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പൊ ഞാനിവിടെ ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. മൈദയിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഈ ബോൾസ് കണ്ടില്ലേ, തിരിച്ചു മറിച്ചും എല്ലാവിടെയും ഒന്ന് മൈദ ആക്കി കൊടുക്കുക. അതിനുശേഷം കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഞാനിത് പരത്തിയെടുക്കാൻ പോവാണ്. പരത്തിയെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കട്ടെ. നമുക്ക് എത്ര തിന്നാക്കിയിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും തന്നെ തിന്നാക്കിയിട്ട് ഇത് പരത്തിയെടുക്കണം. അപ്പോഴായിരിക്കും ഡയമണ്ട് കട്ട്സ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഷേപ്പ് ഒന്നും പ്രശ്നമൊന്നുമില്ല. ഷേപ്പ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പരത്തിയെടുക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമല്ലോ. അപ്പൊ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ പരത്തിയെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് കേട്ടോ. ഈ ഡയമണ്ട് കട്ട്സ് എന്ന് പറയുന്നത് പലർക്കും എന്താ പറയാ, പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന ഒരു സ്വീറ്റ് തന്നെയായിരിക്കും. കാരണം പണ്ടൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ, അതായത് കുട്ടിക്കാലത്തൊക്കെ കഴിച്ചിട്ടുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ കൂടുതൽ പേരൊന്നും ഉണ്ടാക്കാറില്ലെന്ന് തോന്നുന്നുണ്ട്. ഇതായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയിട്ടുള്ള ശങ്കർപ്പാര, ശങ്കർപ്പാളി എന്നൊക്കെ പറയുന്ന ഒരു സ്നാക്ക് തയ്യാറാക്കാറുണ്ട്. കുറച്ച് വ്യത്യാസമുണ്ട് ഇതിൽ നിന്ന്. അതും മധുരമുള്ള വെർഷനും തയ്യാറാക്കാറുണ്ട്. അതുപോലെ ഉപ്പുള്ള ഒരു സ്നാക്കും തയ്യാറാക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് എണ്ണ ഉപയോഗിക്കുമല്ലോ. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോ എണ്ണ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. കട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ് തന്നെ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാനിപ്പോ ഒരു പിസ്സ കട്ടറാണ് ഉപയോഗിക്കുന്നത്. കത്തി വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ലാൻഡിങ് ആയിട്ട് ആദ്യം കട്ട് ചെയ്യാം. ഒരു ഡയമണ്ട് ഷേപ്പിലേക്കാണല്ലോ നമുക്ക് കൊണ്ടുവരേണ്ടത്. ഷേപ്പ് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഡയമണ്ട് കട്ട്സ് എന്നുള്ള ഒരു പേര് കാരണം നമുക്ക് ഡയമണ്ട് ഷേപ്പിലാണ് ഞാനിപ്പോ കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാം ഇതുപോലെ സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. എത്രയ്ക്ക് വലിപ്പം വേണമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ
നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ ചിലപ്പോൾ ആദ്യമൊന്നും ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആയിട്ടൊരു ഡയമണ്ട് ഷേപ്പ്, അതായത് ഡയമണ്ട് രീതിയിൽ നമുക്ക് ചിലപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റണമെന്നില്ല. ഒരു പ്രാവശ്യമൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ, മുഴുവനായിട്ട് ഇതുപോലെ സ്ലാൻഡിങ് ആയിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്യാണ്. ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി അതിനുശേഷം ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമുക്ക് ഇതുപോലെ, കണ്ടില്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ശരിക്കും ഇതൊരു ഡയമണ്ട് ഷേപ്പിൽ തന്നെ ആയി മാറിയല്ലോ. കണ്ടില്ലേ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാട്ടെ. ഇതിപ്പോ നമുക്ക് കഴിക്കാനല്ലേ, ഇപ്പൊ ഏത് ഷേപ്പ് ആണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതാ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല കറക്റ്റ് ഷേപ്പ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പക്ഷെ വശങ്ങളിലുള്ളതൊന്നും കറക്റ്റ് ഷേപ്പ് ആവില്ല കേട്ടോ. നമ്മളത് പരത്തിയെടുത്ത് എല്ലാ ഭാഗവും ഒരേ ഷേപ്പ് അല്ലല്ലോ. പക്ഷെ ഉള്ളിലുള്ളതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനിയിപ്പോ ഇത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുക്കാട്ടോ. പ്ലേറ്റിലേക്ക് മാറ്റണ സമയത്തും ആ പ്ലേറ്റിൽ കുറച്ച് മൈദ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മൈദയായ കാരണേ. അപ്പൊ എല്ലാം നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. ചിലത് കണ്ടില്ലേ, ആ വശങ്ങളിലുള്ളതൊന്നും കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ ഇനി എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കണം. ഇതിപ്പോ പ്ലേറ്റിലേക്ക് മാറ്റണം എന്ന് പറയണതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ചാല്, ഇതിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ പിന്നെ അതായത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഒട്ടാത്ത രീതിയിൽ കുറച്ച് മൈദ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് ഇത് വറുത്തെടുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ നല്ല പോലെ തന്നെ ചൂടായിട്ട് വരണം. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ഇതിന് വറുത്തെടുക്കാൻ പോണത്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഒരെണ്ണം ഇട്ട് കൊടുക്കാം, എണ്ണ കറക്റ്റ് ചൂടായിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കണം എന്നില്ല കേട്ടോ. നമുക്ക് എല്ലാം ഒരുമിച്ച് ആ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം. നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ഇട്ട് കൊടുത്താലും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴേ അത് സെപ്പറേറ്റ് ആയിട്ട് വന്നോളും. അതായത് ഇട്ട് കൊടുക്കണ സമയത്ത് നമ്മളിത് ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഇത് കണ്ടില്ലേ, വീർത്ത് വരുന്ന കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് വീർത്ത് വന്നതിന് ശേഷമാണ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ഇത് വറുത്തെടുക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുറം ഭാഗം ഭയങ്കര ബ്രൗൺ ഷെയ്ഡായിട്ട് പെട്ടെന്ന് തന്നെ മാറും. കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരൂല്ല. പിന്നെ കളർ കാണാൻ അത്രയ്ക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അത്ര ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് എടുക്കണത് കേട്ടോ. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ട് ഇതുപോലെ നമുക്ക് കുറച്ച് സമയം ഒന്ന് വറുത്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കോരി മാറ്റിയതിന് ശേഷം തണുത്ത പോലെ ആയിരിക്കും. അപ്പൊ അതാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പറയണത് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാട്ടെ. കോരി മാറ്റിയതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ കിച്ചൺ ടിഷ്യൂലേക്കോ ഇട്ട് കൊടുക്കാം. എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ കോരി മാറ്റാം. ഇനി ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഡയമണ്ട് കട്ട്സും വറുത്തെടുക്കാട്ടെ. ഞാനിപ്പോൾ കണ്ടില്ലേ, ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കണത്. പക്ഷെ ഓയിലിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരും, തീരെ ഒട്ടിയൊന്നും പിടിക്കില്ല. അതിനുശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പോലെ തന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് വറുത്തെടുക്കാട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇത് നമുക്ക് വറുത്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിൽ 1/2 കപ്പ് വെള്ളം ഉണ്ടോ. പിന്നെ 1 കപ്പ് പഞ്ചസാര. ഇനി വെള്ളവും പഞ്ചസാരയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാര നന്നായിട്ട് തന്നെ ഒന്ന് ഉരുകി വരണം. അപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് തന്നെ ഉരുകി ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരണം. നമുക്കിത് എടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു നൂൽപ്പരുവായിട്ടാണ് വേണ്ടത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ ഷുഗർ സിറപ്പ് ഈ ഡയമണ്ട് കട്ട്സിൽ നന്നായിട്ട് തന്നെ കോട്ടായിട്ട് വരുള്ളൂ.
രണ്ട് രീതിയിൽ കാണാറുണ്ട് നമ്മൾ സാധാരണ ഡയമണ്ട് കട്ട്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ. അതായത് ഒന്ന് ഈ ഒരു നൂൽ പരുവെന്നുള്ള ആ ഒരു രീതിയിൽ, ഒന്ന് ഷുഗർ ഒന്ന് അതായത് ഷുഗർ സിറപ്പ് കോട്ടായിട്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നൂൽ പരുവത്തിനേക്കാളും ഒന്നും കൂടി തിക്കായിട്ട് എടുക്കും. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ പഞ്ചസാര, അതായത് ഈ ഷുഗർ സിറപ്പ് ഈ ഡയമണ്ട് കട്ട്സിൽ ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്യണ രീതിയിൽ, അതായത് അത് തണുത്ത് വരുമ്പോഴേ ഷുഗർ സിറപ്പ് കട്ടിയായിട്ടിരിക്കും. ഈ മടക്ക് അല്ലെങ്കിൽ കാശൊക്കെ തയ്യാറാക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ആ സെയിം രീതിയിൽ ഷുഗർ ഇതിൽ കോട്ടായിട്ടിരിക്കും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കാം. അതായത് കൂടുതലും മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കട്ടെ. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും തയ്യാറാക്കുന്നത് ഒരു നൂൽ പരുവായിട്ടാണ്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ ഒരുക്കി വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഷുഗർ സിറപ്പ് ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വരണം. അപ്പോഴായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കോട്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഒരു സ്പൂണിലെടുക്കുക. അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് കൈവച്ചൊന്ന് തൊട്ട് നോക്കാം. അപ്പൊ ഒരു ഒട്ടണ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത് കേട്ടോ. ഞാനിപ്പോ ഈ ഷുഗർ സിറപ്പ് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റേജസ് പെട്ടെന്ന് പെട്ടെന്ന് മാറി വരും. ഈ ഒരു രീതിയിൽ കയ്യിൽ ഒട്ടണ ഒരു രീതിയിലാണ് നമുക്ക് ഇത് വേണ്ടത് കേട്ടോ. കണ്ടില്ലേ, ഇത്ര മതി. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും ഈ ഡയമണ്ട് കട്ട്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പിന് നല്ല ചൂടുണ്ടായിരിക്കണം. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഡയമണ്ട് കട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡയമണ്ട് കട്ട്സ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാട്ടോ. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എല്ലാവരുടെയും ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ ആയിട്ടുണ്ടാവും. അതിനുശേഷം കുറച്ച് സമയം ഇത് വെച്ച് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആയിട്ട് തന്നെ വന്നോളൂ കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഡയമണ്ട് കട്ട്സ് റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് തന്നെ മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം പിന്നെ നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരും അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചിട്ടുള്ളവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ ഒരു നൊസ്റ്റാൾജിക് റെസിപ്പി തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.